ഞാനും പോയി എൻ്റെ നിയോജകമണ്ഡലത്തിൽ ചെന്നപ്പോൾ ഒരു വർഷം സംസ്ഥാനത്തെ എല്ലായിടത്തുമായിട്ട് 1 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കുകയും 2 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്തു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 600-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചെന്നു. എനിക്കത് അവിശ്വസനീയമായി തോന്നി. സാർ, ഞാനതിൻ്റെ അന്വേഷണം നടത്തുകയും മറ്റു പല സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്യും. എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, ഇൻറ്റേണുകളെ നിയമിച്ചിട്ടുണ്ട് എല്ലാ ലോക്കൽ ബോഡികളിലും, ഗവൺമെൻറ് വ്യവസായ വകുപ്പ്. ആ ഇൻറ്റേണുകൾ പോയി ലോക്കൽ ബോഡിയിൽ പോയി ആ ഒരു വർഷം രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന എല്ലാ സ്ഥാപനത്തിൻ്റെയും പേര് എഴുതിയെടുക്കുക. അതുപോലെ ബാങ്കുകളിൽ പോയി ബാങ്കുകൾ വായ്പ കൊടുത്തിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പേര് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ട് ഈ സംരംഭക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഇത്രമാത്രം സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നതെന്നുള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. നാട്ടിലെ ആളുകൾ എന്തെല്ലാം പരിപാടികൾ തുടങ്ങുന്നു? ആരും സർക്കാർ അറിയാതെ സർക്കാർ അറിയണോ? നാട്ടിൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ ആളുകൾ തുടങ്ങുന്നു? പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞ് ആളുകൾ തിരിച്ചു വന്നു വിദേശത്ത് നിന്ന്. ധാരാളം ആളുകൾ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ഒരുപാട് പരിപാടി ബാങ്ക് ലോൺ എടുക്കാതെയും തുടങ്ങി. സാർ, അതെല്ലാം സർക്കാർ തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ആണ് എന്നുള്ള പ്രചരണത്തിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്, അല്ലാതെ ഈ പരിപാടിയല്ല. ആ പരിപാടിയെ ഞങ്ങൾ പിന്തുണച്ചു. ഞങ്ങൾ എല്ലാവരോടും സഹകരിക്കാൻ പറഞ്ഞു. കൂടുതൽ എത്ര വേണം ഉണ്ടാകണം, അതിന് എന്തെല്ലാമാണ് ഞങ്ങളുടെ എല്ലാ പ്രതിപക്ഷത്തുള്ള എല്ലാ ജനപ്രതിനിധികളും അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുകയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ പോയി. പക്ഷെ തെറ്റായ ഒരു അവകാശവാദം പറഞ്ഞുകൊണ്ട് പിന്നെ അതുമേ വ്യാപകമായ പ്രചരണം നടത്തുന്നതിൻ്റെ ഒരു തെറ്റിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് ശരിയല്ലേ?